മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരിക്കൽ കൂടി രാജ്ഭവനിലെത്തി. ഭാരതാംബയുടെ ചിത്രമില്ലായിരുന്നു, പുസ്തക പ്രകാശനമായിരുന്നു. ഒരുപക്ഷെ ഭാരതാംബ ഇല്ലാത്ത ആ രാജ്ഭവനിലേക്ക് വന്നതാണ് പത്രമാധ്യമങ്ങളുടെ ഏറ്റവും വലിയ വാർത്ത. വളരെ രസകരമായൊരു വാർത്തയായത്. മുഖ്യമന്ത്രി രാജ്ഭവനിലെത്താൻ വേണ്ടി ഗവർണർ ഭാരതമാതാവിൻ്റെ ചിത്രം ഒഴിവാക്കി പോലും. അപ്പോൾ എന്താ, ഭാരതമാതാവുമായിട്ട് പിണറായി വിജയന് ബന്ധമൊന്നുമില്ലേ? ഭാരതം പിണറായി വിജയൻ്റെ മാതൃരാജ്യമല്ലേ? ഗവർണറുടെ മാത്രമാണോ? ഇനി അടുത്തൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ചോദ്യമല്ല, വീട്ടിന് കൊളരുതാത്തവനായി മാറിക്കഴിഞ്ഞ മുടിയനായ ഒരു പുത്രനെ തിരിച്ച് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരാം എന്ന് അമ്മയും മറ്റുള്ളവരും കരുതുക. അപ്പം ആ മകൻ പറയുകയാണ്, ആ വീടിൻ്റെ ഉമ്മറത്ത് അച്ഛൻ്റെ പടവിരിപ്പുണ്ടല്ലോ, അതെടുത്തങ്ങ് മാറ്റി വെച്ചെങ്കിലേ ഞാനങ്ങോട്ട് വരുവുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ആ വീട്ടുകാർ പറയും, സാരമില്ല, എങ്കിലും ഇവരൊന്ന് വരട്ടെ എന്ന് കരുതി ആ പടം ഒന്ന് മാറ്റി വെച്ചു കൊടുക്കും. ആ പടം മാറ്റി വയ്ക്കുന്നതിന് അമ്മയെയും സഹോദരങ്ങളെയും നിർബന്ധിതരാക്കിയാൽ ആ നിർബന്ധിതരാക്കിയ മുടിയനായ പുത്രനെതിരെയാണോ വിരൽ ചൂണ്ടേണ്ടത്, അതോ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായ അമ്മയെ പരിഹാസപാത്രമാക്കി മാറ്റുകയാണോ വേണ്ടത്? ഇതാണ് എൻ്റെ ചോദ്യം. ഇനി ഞാൻ മറ്റൊരു വിഷയത്തിലേക്ക് കടക്കുക. അവിടെ ഒരുപക്ഷെ വേദിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചിട്ടില്ലായിരിക്കും. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യയിലെ ബുദ്ധിജീവികളിൽ പ്രമുഖനായ ഒരാളുണ്ട്, ദീപക് വോറ, അംബാസഡർ ദീപക് വോറ. അടുത്ത കാലത്ത് ഒരു ചാനൽ ചർച്ചയിൽ അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടതാണ്, ഐ ആം നോട്ട് എ ഭാരതീയ നോട്ട് ബിക്കോസ് ഓഫ് ദ ഫാക്ട് ദറ്റ് ഐ വാസ് ബോൺ ഇൻ ഇന്ത്യ, നോട്ട് ജസ്റ്റ് ഫോർ ദ ഫാക്ട് ദറ്റ് ഐ വാസ് ബോൺ ഇൻ ഇന്ത്യ, ഐ ആം എ ഭാരതീയ ബിക്കോസ് ഭാരത് ഈസ് വിത്തിൻ മൈസെൽഫ്. ഞാനൊരു ഭാരതീയനായത് ഭാരതത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രമല്ല, ഭാരതം എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഞാനൊരു ഭാരതീയനായെന്ന്. ഇന്നലെ രാജ്ഭവനിലുണ്ടായിരുന്ന ഗവർണർക്കും മറ്റ് ബഹുഭൂരിപക്ഷം പേർക്കും ആ ചിത്രം വേദിയിലില്ലെങ്കിലും ആദരണീയനായ ഗവർണറുടെ ഉള്ളിൽ ഉൾപ്പെടെ, ഹൃദയത്തിൽ ഉൾപ്പെടെ ഭാരതമെന്ന, ഭാരതമാതാവ് എന്ന വികാരം തിങ്ങി നിറഞ്ഞ് വിളങ്ങുന്നുണ്ട്. അവർക്ക് അവിടെ ഒരു ചിത്രമില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ആ ചിത്രമുണ്ടെങ്കിലും ശബരിമലയിൽ പോയാൽ നേരെ നോക്കി തൊഴാത്ത ഒരു മുഖ്യമന്ത്രിക്ക് അവിടെ പടം ഉണ്ടെങ്കിൽ എന്താ, ഇല്ലെങ്കിൽ എന്താ? പക്ഷെ പമ്പയിൽ അയ്യപ്പ വിഗ്രഹം ഏറ്റുവാങ്ങി, അത് വേറെ കാര്യം. ആ വിഗ്രഹത്തെ പോലും അവഹേളിക്കുന്നതിന് താല്പര്യം കൂടുതൽ കാണിക്കുന്ന, ആ എതിർപ്പിന്റെ, വിരോധത്തിന്റെ, വർഗീയതയുടെ രാഷ്ട്രീയം കളിക്കുന്ന പിണറായി വിജയന് ഭാരതമാതാവും സങ്കല്പത്തെ പോലെ എതിർക്കുന്നത് അത് ഹിന്ദു വിരുദ്ധ വർഗീയതയുടെ അജണ്ടയുടെ ഭാഗമായിട്ടാണ്, ദേശവിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് ഭാരതമാതാവിന്റെ പടം അവിടെ ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ എന്ന് മലയാള മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതിനകത്ത് അത് അവരുടെ കാര്യങ്ങളെ കാണുന്ന രീതിയുടെ വൈകല്യം കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി മറ്റൊരു കാര്യം പറഞ്ഞത്, അവിടെ ഇന്നലെ പുറത്തിറക്കിയ രാജഹംസം ത്രൈമാസിക, ആ ത്രൈമാസികക്കകത്ത് ഗവർണറുടെ ലീഗൽ കൺസൾട്ടന്റ് ശ്രീ ശ്രീകുമാർ എഴുതിയ ഒരു ലേഖനമുണ്ട്. ആ ലേഖനം ഭരണഘടനയിലെ ആർട്ടിക്കിൾ 200 അനുസരിച്ചിട്ടുള്ള ഗവർണറുടെ വിവേചനാധികാരം ഉൾപ്പെടെയുള്ള അധികാരത്തെക്കുറിച്ചാണ്. അതിനോട് മുഖ്യമന്ത്രി യോജിക്കാൻ വയ്യ പോലും, യോജിക്കാതിരിക്കാം. പക്ഷെ ആ യോജിപ്പ് മുഖ്യമന്ത്രി അവിടെ പ്രകടിപ്പിച്ചു. അതിൻ്റെ ഔചിത്യത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. മുഖ്യമന്ത്രി, ഞാൻ വായിച്ചത് ആ എഴുതിയ അഭിപ്രായം
കേരള ഗവൺമെൻറ് അഭിപ്രായമല്ല, എഴുതിയ ആളുടെ മാത്രം അഭിപ്രായമാണെന്ന്. അതിപ്പോൾ ഞാനൊരു ലേഖനം എഴുതിയാലും അതിൻ്റെ ഇടയിൽ എഴുതി വെക്കാറുണ്ട്, ഇത് അയാളുടെ വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് എഴുതി വെക്കാറുണ്ട്. അതങ്ങനെ തന്നെയാണ് താനും. ഒരു പത്രത്തിൽ ഇപ്പം വിജയനാഥ് സാറിൻ്റെ പേര് കൊടുത്തൊരു ആർട്ടിക്കിൾ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം അതിൽ വ്യക്തമാണ്, അഭിപ്രായം വ്യക്തിപരമാണ്. അല്ലെങ്കിൽ ഇപ്പം ഒരു ചാനലിൻ്റെയോ സംഘടനയുടെ പേര് പറയണം, ഇതിൻ്റെ ചെയർമാൻ അല്ലെ ജനറൽ സെക്രട്ടറിയാണ് പറഞ്ഞതെന്നും അങ്ങനെയല്ലല്ലോ. അത് കൃത്യമായും വ്യക്തിപരമായ അഭിപ്രായമാണ്. അത് പിണറായി എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. കിഴക്കാണ് സൂര്യൻ ഉദിക്കുന്നതെന്ന് നമ്മളാരെല്ലാം പറയേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് പൊതുവായൊരു യാഥാർത്ഥ്യം പറഞ്ഞിട്ട് അദ്ദേഹം ഇരുന്നു. അവിടെയും വേറെ ഒരു രസമുണ്ട്. ഞാൻ ഇന്നലെ അറിഞ്ഞത്, സാമൂഹ്യ മാധ്യമങ്ങളിൽ തന്നെ അറിഞ്ഞത്, ബാക്കി കാര്യങ്ങളെല്ലാം ഇംഗ്ലീഷിൽ പറഞ്ഞ ശേഷം ഈ ലേഖനത്തെക്കുറിച്ചുള്ള വിമർശനം മലയാളത്തിലാണ് പിണറായി പറഞ്ഞതെന്നാണ്. പിണറായി വിജയൻ മലയാളത്തിൽ നടത്തിയൊരു പരാമർശത്തെക്കുറിച്ച് ഉടൻ തന്നെ എക്സ്റ്റംപോറായിട്ട് ഗവർണർ പ്രതികരിച്ചില്ലെങ്കിൽ അതിശയിക്കാനുണ്ടോ അതിനകത്ത്? ഈ പിണറായി വിജയൻ ഈ ലേഖനത്തെക്കുറിച്ച് പറയണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ലേഖനത്തിൻ്റെ ഉള്ളടക്കം അദ്ദേഹത്തിൻ്റെ പ്രസംഗം എഴുത്തുകാർക്ക് നേരത്തെ തന്നെ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രസംഗം തയ്യാറാക്കുമ്പം ആ പ്രസംഗം തയ്യാറാക്കിയ പിണറായി വിജയനെ സഹായിക്കുക, ഇതും കൂടെ ഇംഗ്ലീഷിലാക്കരുതായിരുന്നു. ഇംഗ്ലീഷിൽ പറയുകയായിരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലായേനെ. അതുമല്ലെങ്കിൽ മൊത്തം ഒന്ന് മലയാളത്തിലാക്കരുതായിരുന്നു, അതിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ ബോധപൂർവം ഒരു ഭാഗം ഇംഗ്ലീഷ്, ഒരു ഭാഗം മലയാളം, മലയാളത്തിൽ കുറച്ച് വിമർശനമൊക്കെ കൊണ്ടുവന്നു. ഈ വിമർശനം എല്ലാം കൊണ്ടുവന്ന ശേഷം അതിന് മറുപടി പറഞ്ഞില്ല എന്നുള്ളത് വിജയനെ അനുകൂലിക്കുന്ന പത്രക്കാരെ ആഘോഷിക്കുക, ഇതിനെ പരിഹാസത്തിലൂടെ കാണാൻ പറ്റുള്ളൂ. അങ്ങേക്ക് മനസ്സിലാകാത്തൊരു ഭാഷയിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് അത് മനസ്സിലാക്കുന്ന ഉടനെ കുറെ കഴിഞ്ഞ് തിരിച്ചു മറുപടി പറയാം. പറഞ്ഞില്ലെങ്കിൽ അതൊരു വലിയ മഹാപരാധമാണ്. അത് അനാവശ്യമായ വിവാദ പരാമർശം നടത്തിയ മുഖ്യമന്ത്രിയുടെ വിജയമാണെന്ന് അവകാശപ്പെടാൻ എങ്ങനെയാണ് കഴിയുക? അനാവശ്യമാണെന്നുള്ളത് എൻ്റെ കാഴ്ചപ്പാടാണ്, അദ്ദേഹത്തിന് ആവശ്യമാണെന്ന് തോന്നിക്കാണും. പക്ഷെ അങ്ങനെ ഒരു പരാമർശം നടത്തിയ മുഖ്യമന്ത്രിയുടെ വിജയമാണ് ഗവർണറെ നിശബ്ദനാക്കാൻ കഴിഞ്ഞതെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർ ജീവിക്കുന്നത് നമ്മൾ പൊതുവെ പറയാറില്ലേ, ആ വിഡ്ഢികളുടെ സ്വർഗരാജ്യത്താണെന്ന് പറയേണ്ടി വരും. ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. ഈ വിഷയം തന്നെ ഗവർണറുടെ ഒപ്പ നിയമസഭ പാസ്സാക്കിയ ഒരു ബില്ലിനുണ്ടാവുക എന്നുള്ളതാണ് ഇതിനകത്തെ അടിസ്ഥാന വിഷയം. ആ ഒപ്പ് താമസിപ്പിക്കുന്നതിനോ നിരസിക്കുന്നതിനോ ഉള്ള സ്വാതന്ത്ര്യം, രാഷ്ട്രപതിക്ക് അയക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, തിരിച്ച് നിയമസഭയിലേക്ക് അയക്കുന്നതിനുള്ള ഡിസ്ക്രിഷണറി പവർ, അത് ആർട്ടിക്കിൾ 200 ഭരണഘടനയുടെ ആർട്ടിക്കിൾ 200 ഗവർണർക്ക് നൽകിയിട്ടുണ്ട്. അത് വിനിയോഗിക്കാൻ ചില സമയപരിമിതി വെക്കാൻ വേണ്ടി സുപ്രീം കോടതി നടത്തിയ ശ്രമത്തിനെതിരെ രാഷ്ട്രപതി സുപ്രീം കോടതിയുടെ അഭിപ്രായം ചോദിച്ചിരിക്കുക. അത് ഭരണഘടനയെ ഇങ്ങനെ ഒരു നിർദ്ദേശം സുപ്രീം കോടതിയിലെ സിംഗിൾ ബെഞ്ച് കൊടുത്തത് ഭരണഘടനയുടെ ഭേദഗതിക്ക് തുല്യമായ ഒരു ഇടപെടലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാഷ്ട്രപതി സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുക. അതുകൊണ്ട് ആവശ്യത്തിൽ നമ്മളിപ്പം കൂടുതൽ പറയേണ്ട കാര്യമില്ല, അതവിടെ നടക്കട്ടെ. പക്ഷെ എനിക്ക് തിരിച്ചൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ ലേഖനം എഴുതിയ ആള് ഗവർണറുടെ ലീഗൽ കൺസൾട്ടൻ്റാണ്. കൺസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എംപ്ലോയി അല്ല, വേതനം പറ്റുന്ന ജീവനക്കാരനല്ല, കൺസൾട്ടൻ്റ് മാത്രമാണ്. പക്ഷെ കേരള ഗവൺമെൻറ്റിൻ്റെ ഞാൻ വായിച്ചിട്ടുള്ള 2 പേര് ഗവർണർക്കെതിരെ ഉപയോഗിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള പരാമർശങ്ങളുമായിട്ട് ലേഖനങ്ങൾ എഴുതി ഇന്ത്യൻ എക്സ്പ്രസ് കൊടുത്തത് ഞാൻ വായിച്ചിട്ടുണ്ട്. ഒന്ന്, പണ്ട് ചീഫ് സെക്രട്ടറി ആയിരുന്ന ജയകുമാർ. ശ്രീ ജയകുമാർ സർക്കാരിനാണ്, അദ്ദേഹം പ്രഗത്ഭനായ മനുഷ്യനാണ്. പക്ഷേ റിട്ടയർ ചെയ്തിട്ട് 12 വർഷമായി, ഇപ്പോഴും സർക്കാർ ശമ്പളം പറ്റുകയാണ്. IMG-യിലെ അല്ലേ? അതെ.
സർക്കാർ ശമ്പളവും പറ്റിക്കൊണ്ട് അതിന് ഞാൻ എതിരെ പറയാം, തെറ്റാണത്. സർക്കാരിനുള്ളിലുള്ള പല ഉദ്യോഗ അശോക് സാറിനെ പോലുള്ള ആളുകളെ ഒതുക്കാൻ വേണ്ടി പല വഴികൾ അന്വേഷിക്കുമ്പം റിട്ടയർഡായി 12 വർഷം കഴിഞ്ഞാൽ ഇപ്പോഴും തുടരാൻ അനുവദിക്കുന്നത് തന്നെ തെറ്റ്. അതിനപ്പുറം തെറ്റാണ് സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥൻ കേരളത്തിലെ സർക്കാരിന്റെ തലവൻ കൂടിയായ ഗവർണർക്കെതിരെ ലേഖനം എഴുതുക. അതുപോലെ വേറൊരാൾ ഞാൻ പറയാം, CK ഫൈസൽ, ലോ ഡിപ്പാർട്ട്മെന്റിലെ അണ്ടർ സെക്രട്ടറിയാണ്. ഇദ്ദേഹം ലേഖനങ്ങൾ എഴുതും. ഞാൻ ലേഖനങ്ങളുടെ പേര് വായിക്കാം. ഇതെല്ലാം ഇന്ത്യൻ എക്സ്പ്രസ് എന്ന ലേഖനങ്ങളാണ്. വിശദീകരിക്കാൻ സമയമില്ല. എങ്കിലും ഒന്ന്, an important relationship under strain, ഇന്ത്യൻ എക്സ്പ്രസ് ലേഖനമാണ്. അപ്പതി ഇൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓട്ടോണമി, അപ്പതി ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓട്ടോണമി, ഇത് രണ്ടും ജയകുമാറിന്റെ ലേഖനങ്ങളാണ്. മറ്റത് അത് 2022 ഒക്ടോബർ 3-ാം തീയതിയാണ്. ഈ ഫൈസൽ CK എന്ന് പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ, ഗവർണേഴ്സ് മസ്റ്റ് ബി നോൺ പാർട്ടിസാൻ, ഇത് പറയാൻ ഇദ്ദേഹം ആരാ? ഇവർക്കൊക്കെ അത് പറയാം. സർക്കാർ വാങ്ങിക്കുന്ന ശമ്പളം വാങ്ങിച്ചുകൊണ്ടത് പറയാൻ ഒരു തരത്തിൽ അനുവദിക്കാൻ പാടില്ല. ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് രാജിവെച്ചിട്ട് വേണം. ഇനി പറഞ്ഞതോ ഗവർണർ ആലങ്കാരിക പദവിയാണെന്ന്. പിന്നെ ഇവരൊക്കെ പറഞ്ഞൊരു ഉദാഹരണമുണ്ട്, അതും കൂടെ ഞാൻ സൂചിപ്പിക്കാം. ബ്രിട്ടീഷ് ക്രൗൺ ആ ശൈലിയിലാണ് ആലങ്കാരിക പദവിയായിട്ട് ഇന്ത്യയിലെ രാഷ്ട്രപതിയെയും ഗവർണറെയും ഒക്കെ കണ്ടാൽ മതിയെന്നാണ് ഇവർ പറയുന്നത്. അവിടെ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ബ്രിട്ടീഷ് രാജ്ഞിയോ രാജാവോ ഒന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പദവിയല്ല. ഇന്ത്യയിലെ രാഷ്ട്രപതി എന്ന് പറയുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട പദവിയാണ്. ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിൽ പോലും ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഇലക്ട്രൽ കോളേജിലെ, അതായത് MP-മാരുടെയും MLA-മാരുടെയും ആ സംഖ്യയിൽ പകുതിയിൽ കൂടുതൽ ആളുകളുടെ വോട്ട് നേടി മാത്രമേ ഒരാൾക്ക് ഇന്ത്യൻ പ്രസിഡന്റ് ആവാൻ പറ്റുള്ളൂ. പ്രധാനമന്ത്രി പോലും ഒരു ഇലക്ഷൻ നേരിടാതെ ആവാം. ഡോക്ടർ മൻമോഹൻ സിംഗ് ലോക്സഭ ജയിച്ചിരുന്നില്ല പ്രധാനമന്ത്രിയായത്. അല്ല, അതിപ്പോൾ ആരെ വേണമെങ്കിലും നാളെ ഒരു ഒഴിവ് വരുന്നു, വിശ്വാസ് സാറിനെ വേണമെങ്കിലും ഇന്ത്യൻ പ്രസിഡന്റിനോ അല്ലെങ്കിൽ ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ പാർട്ടിക്കോ, അച്യുതമേനോനൊക്കെ കേരള മുഖ്യമന്ത്രിയാക്കി ചരിത്രം നമുക്കറിയാം, അങ്ങനെയാക്കാം. പക്ഷെ ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പിൽ കൂടെ അല്ലാതെ ആർക്കും വരാൻ പറ്റില്ല. ഒരു പ്രസിഡന്റ് മരിച്ചാൽ പോലും വൈസ് പ്രസിഡന്റിന് താൽക്കാലിക ചാർജേ ഉള്ളൂ. റെഗുലർ പ്രസിഡന്റ് ഇലക്ട് ചെയ്യപ്പെടണം. അമേരിക്കയിൽ പോലും അങ്ങനെയല്ല. ഒരു പ്രസിഡന്റ് മരിച്ചാൽ വൈസ് പ്രസിഡന്റ് സ്വാഭാവികമായിട്ടും പ്രസിഡന്റ് ആവും. ഇനിയും റിച്ചാർഡ് നിക്സന്റെ കാലത്തുണ്ടായതുപോലെ റിച്ചാർഡ് നിക്സന്റെ വൈസ് പ്രസിഡന്റ് ജോസഫ് അഗ്നു ആയിരുന്നു. അഗ്നുവിനെ ആദ്യം ഇംപീച്ച് ചെയ്ത് പുറത്താക്കി. നിക്സൺ അവിടെ ജെറാൾഡ് ഫോർഡിനെ വൈസ് പ്രസിഡന്റായിട്ട് നോമിനേറ്റ് ചെയ്തു. നിക്സന് വാട്ടർഗേറ്റ് സംഭവമായിട്ട് ഇംപീച്ച് ചെയ്തു. ഇംപീച്ച് ചെയ്ത് പുറത്താക്കിയപ്പം ജെറാൾഡ് ഫോർഡ് സ്വാഭാവികമായും പ്രസിഡന്റായി. ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാതെ ജെറാൾഡ് ഫോർഡ് അമേരിക്കയുടെ പ്രസിഡന്റായി. ഇന്ത്യയിൽ അത് പറ്റില്ല. ഭാരതത്തിൽ രാഷ്ട്രപതിയാകണമെങ്കിൽ തെരഞ്ഞെടുത്തേ പറ്റുള്ളൂ. ആ രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധികാര സ്ഥാനത്തിരിക്കുന്ന ആള് അലങ്കാര വസ്തുവാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് ഭരണഘടന ഡോക്ടർ ഭീംറാവ് റാംജി അംബേദ്കറുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ഭരണഘടന കൊടുത്ത അധികാരങ്ങളും അവകാശങ്ങളും അദ്ദേഹവും എക്സസൈസ് ചെയ്യും. അദ്ദേഹം നിയോഗിക്കുന്ന ഗവർണർമാരും എക്സസൈസ് ചെയ്യും. അത് വേണ്ട എന്ന് കരുതുന്നവർക്ക് ഭാരതം ഒന്നായി നിന്നു പോകണമെന്ന താല്പര്യമില്ലാത്തവരാണ്. ഈ കട്ടിംഗ് സൗത്ത് പോലുള്ള കൺസെപ്റ്റിന് വേണ്ടി പണം മുടക്കുന്ന പിണറായി വിജയനെ പോലെ ആളുകൾക്ക് ഏകീകൃത ഭാരതം സങ്കല്പത്തിനോട് താല്പര്യമില്ലാത്തത് കൊണ്ട് സ്വാഭാവികമായും നിയമസഭയുടെ ബില്ലുകളിൽ പോലും ഗവർണർക്ക് ഇടപെടുന്നതിന് ഭരണഘടനാപരമായി നൽകിയിട്ടുള്ള
വിവേചനാധികാരത്തെ, ഡിസ്ക്രിഷണറി പവറിനെ പ്രയോഗിക്കുന്നതിൽ എതിർപ്പുണ്ടാവാം, എതിർപ്പിനപ്പുറം ഭയവും ഉണ്ടാവാം. ആ ഭയം നല്ലതാണ്, ആ ഭയം ഉണ്ടാവണം. കേരളത്തിലെ ജനങ്ങളും ഭാരതത്തിൻ്റെ ജനാധിപത്യവും ആഗ്രഹിക്കുന്നത് ഭാരതത്തിൻ്റെ നിലനിൽപ്പ് ഉറപ്പാക്കാൻ വേണ്ടി ഭരണഘടന വ്യവസ്ഥ ചെയ്തിട്ടുള്ള അത്തരം അധികാരങ്ങൾ നിലനിന്ന് പോകണം എന്ന് തന്നെയാണ്. സുപ്രീം കോടതിയുടെ കൺസൾട്ടേഷൻ, ഉപദേശം രാഷ്ട്രപതിക്ക് കിട്ടാൻ പോകുന്നതും മറ്റൊരു തരത്തിലില്ല, ആയിരിക്കില്ല എന്ന് സ്വാഭാവികമായും നമ്മൾക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.